ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ എമിഗ്രൻസ് മറ്റുള്ള ഡെവലപ്പ് കൺട്രിയിൽ പോയി കഴിഞ്ഞാലുള്ള ഇഷ്യൂസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അത് മെയിൻലി ഇഷ്യൂസ് അവരുണ്ടാക്കുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് ഫോർ ദ ലോക്കൽ സിറ്റിസൺസ്, ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ഹെൽത്ത് കെയർ ഇഷ്യൂസ്, ഹൗസിങ് ഇഷ്യൂസ്, കൾച്ചറൽ ഇഷ്യൂസ്. ഇതൊക്കെ വലിയൊരു പ്രോബ്ലമായിട്ട് ആ കൺട്രിയിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ളത്, നമ്മളെ രാജ്യത്ത് ബിൽ ഗേറ്റ്സ് ഇന്ത്യയിലാണ് ജനിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏലൻ മസ്ക് ഇന്ത്യയിൽ ജനിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജെഫ് ബേസോസ് ഇന്ത്യയിലാണ് ജനിച്ചിരുന്നെങ്കിൽ അവർക്ക് അതുപോലുള്ളൊരു കമ്പനി ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കാരണം എനിക്ക് തോന്നുന്നു അവർക്കൊണ്ട് ഇന്ത്യയിൽ അങ്ങനെ ഒരു കമ്പനി ഇന്ത്യയിലെ ഒരു ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇത് വേൾഡിലെ റിച്ചസ്റ്റ് കൺട്രീസ് ഹാവ് എ പ്രൗഡ് ഹിസ്റ്ററി ഓഫ് ലീഡിങ് ദ വേ ഓൺ ഇന്നോവേഷൻ. ആക്ച്വലി US ഗവൺമെൻറ് ഈ മൈക്രോ പ്രോസസ്സർ ചിപ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്ര വലിയൊരു ഇൻഡസ്ട്രിയൽ ഡെവലപ്പ് ചെയ്തത്.